അങ്ങനെ ബിഗ് ബോസ് തീരുമാനിച്ചാണ് ഓരോരുത്തരെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ വോട്ടിംഗ് അനുസരിച്ചൊന്നും അല്ല. ദിസ് ഇസ് അൺഫെയർ, അൺഫെയർ, അൺഫെയർ ഗായ്സ്. ദിസ് ഇസ് അൺഫെയർ. അൺഫെയർ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അൺഫെയർ. ബിഗ് ബോസിൻ്റെ ഈ വെടലത്തരം തുടർന്നുകൊണ്ടേയിരിക്കുക ഗായ്സ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എനിക്ക് ഒരു പിടുത്തവുമില്ല എങ്ങനെ ആൾക്കാർ സമ്മതിച്ചു കൊടുക്കുന്നതെന്ന്. ഇത് ആദ്യത്തെ തവണയല്ല, രണ്ടാമത്തെ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണും. കാരണം ജിസേൽ എവിക്റ്റായി എന്ന്. വേറെ ആരുമല്ല, ജിസേൽ. എനിക്ക് സത്യമായിട്ടും ഒരു പിടുത്തവും ഇല്ല ഇത് എങ്ങനെ ഈ സംഭവിക്കുന്നതെന്ന്. ഞാൻ കഴിഞ്ഞ തവണ ജിഷും പുറത്തു പോയപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ബിഗ് ബോസ് നമ്മളെ പറ്റിക്കുവാന്ന്. ഇതുകൂടെ കഴിയുമ്പം ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 100% ട്രൂ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആരും വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ബിഗ് ബോസിൻ്റെതായ ഒരു ഗെയിമുണ്ട്. അങ്ങനെ ബിഗ് ബോസ് തീരുമാനിച്ചാണ് ഓരോരുത്തരെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ വോട്ടിംഗ് അനുസരിച്ചൊന്നും അല്ല. ദിസ് ഇസ് അൺഫെയർ, അൺഫെയർ, അൺഫെയർ ഗായ്സ്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്ക്, എന്തടിസ്ഥാനത്തിലാണ് നമ്മുടെ ജിസേലിനെ പുറത്ത് വിടുന്നത്. സാധാ ഒരു മലയാളി, നമ്മുടെ ബിഗ് ബോസിലുള്ള ഒരു മലയാളി പോലെ അല്ല നമ്മുടെ ജിസേൽ. കാരണം പുള്ളിക്കാരത്തേക്ക് നമ്മുടെ നോർത്തിൽ നിന്ന് ബംഗാളികൾ വരെ വോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മലയാളികളും അവിടുത്തെ ബംഗാളികളും വോട്ട് ചെയ്യുന്നുണ്ട് ജിസേലിൽ. എന്നിട്ടും വോട്ടിംഗ് ഇത്ര കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. ബിഗ് ബോസ് ലൈവായിട്ട് വോട്ടിംഗ് ഒരിക്കലും കാണിക്കാത്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും വോട്ടിങ്ങിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ എന്നാ ഹോട്ട്സ്റ്റാർ എടുക്കുന്നു, ഒരാളെ പോയി വോട്ട് ചെയ്യുന്നു, അല്ലാണ്ട് അയാൾക്ക് എത്ര വോട്ട് കിട്ടി എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പം നമ്മളെ ഈസി ആയിട്ട് ബിഗ് ബോസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ബിഗ് ബോസിന് എങ്ങനെ വേണേലും തീരുമാനിക്കാതെ. കാരണം നമുക്കറിയുന്നില്ലല്ലോ എങ്ങനെയാ വോട്ടിങ് ബാക്കി ആൾക്കാർ വോട്ട് ചെയ്തതെന്ന്. നമുക്കത് പ്രൂവ് ചെയ്യാനുണ്ടല്ലോ. അടുത്ത തവണ എങ്ങാനും അനീഷ് എവിക്ഷൻ ലിസ്റ്റിൽ വരുവാണെങ്കിൽ ആരും അനീഷിന് വോട്ട് ചെയ്യരുത്. എന്നാലും അനീഷ് രക്ഷപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ബിഗ് ബോസിനൊരു ഗെയിമുണ്ട്. ആ ഒരു രീതി മാത്രമേ ബിഗ് ബോസ് കൊണ്ടുപോകത്തുള്ളൂ. നമ്മുടെ വോട്ടിങ്ങിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. നിങ്ങളൊന്ന് ഓർത്തു എങ്കിൽ ജിസേൽ എങ്ങനെ പുറത്തു പോകാനാണ്. പുള്ളിക്കാരത്തി ടാസ്ക് ഒക്കെ ഭയങ്കര ശോകമായിട്ടാണ് കളിക്കുന്നെങ്കിലും പുള്ളിക്കാരത്തി അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ കണ്ടന്റ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാൻ പറ്റും. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ജിസേൽ പുറത്തു പോകുന്നത്? അതും സാബുമാനെ പോലെ ഒരാളുള്ളപ്പം. അവനൊരു പഞ്ചപാവം, നല്ല സ്വഭാവം, ആരോടും ഒരു ദേഷ്യവും വൈരാഗ്യവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അവൻ. ഒരു പ്യുവർ സോൾ. നമ്മൾക്ക് അവൻ്റെ സ്വഭാവം ആർക്കാണ് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. അത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ ബിഗ് ബോസിൽ അങ്ങനത്തെ ഒരാളെ പറ്റത്തില്ല. ഇത്ര സൈലൻ്റായിട്ട് എല്ലാവരുടെയും തെറ്റുകളൊക്കെ കണ്ണു അടച്ചുകൊണ്ട് അങ്ങനെ ഒരാളെ നമുക്ക് പറ്റത്തില്ല. എങ്ങനെയാണോ എന്തോ അവനെ ഇപ്പോഴും ബിഗ് ബോസിൽ ആൾക്കാർ പിടിച്ചു വെച്ചേക്കുന്നത്. എത്ര തവണ അവനിങ്ങനെ അറ്റത്ത് ഒന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ടും ഇതുവരെ അവന് ഗെയിം മാറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കണ്ടന്റോ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ മതി, മിക്ക എപ്പിസോഡിലും അവൻ്റെ ഒരു ഗ്ലിംസ് പോലും കാണത്തില്ല. പക്ഷേ എന്നാലും അവൻ രക്ഷപ്പെടും. അങ്ങനെയാണ്, എന്നാലും അവൻ രക്ഷപ്പെടും. ഇത് നമുക്ക് മാത്രമല്ല സർപ്രൈസിങ് ആയിട്ടുള്ള, അവിടെയുള്ള ആ കണ്ടസ്റ്റൻസിന് വരെ സർപ്രൈസിങ് ആണ്. എങ്ങനെ ഇവൻ ഇത്ര നാൾ ഇവിടെ പിടിച്ചു വെക്കുന്നതെന്ന്. പക്ഷേ നമുക്കൊരിക്കലും അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. അവനവിടെ നിൽക്കുന്നു, പോവാൻ പറയുമ്പോൾ പോവും, അത്രേ ഉള്ളൂ. പക്ഷേ അവനവിടെ നിൽക്കുന്ന കാര്യം ഓർക്കുമ്പം എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ വോട്ടിംഗ് ഒക്കെ പോകുന്നതെങ്കിൽ സത്യമായിട്ട് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസിനെ. എനിക്ക് ശരിക്കും ജിസേലിൻ്റെ കാര്യം ഓർക്കുമ്പം ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി. അങ്ങനെ പുറത്തു പോകേണ്ട ഒരാളല്ല ജിസേൽ. ആരും പുള്ളിക്കാരത്തെ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നതെങ്കിലും പുള്ളിക്കാരത്തെ ഇങ്ങനെ പുറത്താവേണ്ട ഒരാളല്ല. ജിസേൽ പുറത്തായതുകൊണ്ട് ആകെ ഗുണമുള്ള ഒരാൾക്കാണ് നമ്മുടെ ആര്യന്. ഇനി ആര്യൻ്റെ ഗെയിം നല്ലപോലെ ചേഞ്ച് ആകും, കണ്ടോണം. പിന്നെ രണ്ടാമത്തെ എവിക്ഷനാണ് നമ്മുടെ ഒനീൽ. അത് പിന്നെ 100% ഫെയറാണ്. പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്ന എപ്പോഴേ പുറത്ത് പോകണം. പുള്ളിക്കാരൻ വീട്ടിൽ ഇരുന്ന് നമ്മുടെ മറ്റേ ജിഞ്ചർ സോഡയോ പ്രോബയോട്ടിക് ഡ്രിങ്കോ അതൊക്കെ ഉണ്ടാക്കി നിന്നോളും. അതാ പുള്ളിക്കാരന് പറ്റിയത്. ചുമ്മാ അകത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല. പുള്ളിക്കാരൻ പുറത്ത് തന്നെ പോകുന്ന ഏറ്റവും നല്ലത്. പുള്ളി എപ്പോഴേ പുറത്ത് പോകണ്ടേ, ഇത്ര നാൾ നിന്ന് തന്നെ അത്ഭുതം. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി ബിഗ് ബോസ് എങ്ങനത്തെയൊക്കെ സ്ട്രാറ്റജി എടുക്കും, ആരെയൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഔട്ടാക്കും, എല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.